സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളെ മനസ്സമാധാനം കെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം തന്നെയാണ് ഇന്ന് നമ്മൾ ടാരോയോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് പ്രശ്നത്തിൻ്റെ നേച്ചർ, സ്വഭാവം എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് താങ്കളുടെ അതിനോടുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. മൂന്നാമത്തെ കാർഡ് എന്ത് കാര്യമാണ് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാർഡ് എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് പ്രശ്നത്തിൻ്റെ സ്വഭാവം എന്ന് ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഈ പ്രശ്നത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ നേടിയ നേട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരതയും ഉലയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോഴുള്ള നമ്മുടെ ഒരു സ്ഥിരതയെ അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റിന് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ ഇളക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് കാണുന്നത്. ഇനി എന്തായിരിക്കും നമ്മുടെ മനോഭാവം അതിനോടുള്ളത്, ഏത് പ്രശ്നത്തിനും മനോഭാവം എന്നുള്ളത് എവേക്കനിങ്സ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. ഇതൊരു വളരെ എനർജി കൂടിയ കാർഡാണ്. അതായത് നമ്മുടെ ഉള്ളിനുള്ളിൽ നമുക്ക് ചില മാറ്റങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു 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 എന്താ പറയുക, നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്, നമുക്ക് വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഭാവം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കാരണം വെച്ചാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇനി എന്ത് കാര്യമാണ് നാം മനസ്സിൽ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് ട്രാപ്ഡ് ആൻഡ് ഫിയർ എന്ന് പറയുന്ന കാർഡാണ്. അതായത് ഈ സംഭവം താങ്കളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഭയങ്കര പേടി തോന്നുന്നുണ്ട്. അതായത് എന്തായിരിക്കും ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞ് ഇത് ആണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ കിടക്കുന്നത്. എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നിന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന കാർഡാണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്പർ 2 എന്ന് പറയുന്ന കാർഡാണ്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള കാർഡാണ്. ഈ കാർഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള പ്രശ്നത്തിനുള്ള ഉത്തരം നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തും. അതിലൂടെ നമുക്കിതിന് പ്രശ്നപരിഹാരം നേടാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പുറമേയുള്ളൊരു അഡ്വൈസിൻ്റെ ആവശ്യവുമില്ല. താങ്കളുടെ ആന്തരിക ശബ്ദം കൃത്യമാകുമ്പോൾ താങ്കൾക്ക് മാലാഖ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സ്വപ്ന ദർശനത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ടാരോ റീഡിങ്ങിലൂടെയോ ഏതെങ്കിലും ഒരു രീതിയിൽ താങ്കൾക്ക് അതിനുള്ള സൊല്യൂഷൻ തന്നിരിക്കും. അപ്പോൾ ആശ്വാസമായിട്ട് ഉറങ്ങിക്കോളൂ. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.